അസുരന്മാരും ദേവന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലമായിരുന്നു അത്. പല കുടില തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ട് അസുരന്മാർ ദേവന്മാരെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ പരാജിതനായ ദേവേന്ദ്രൻ സഹായത്തിനായി പരമശിവനെ അഭയം പ്രാപിക്കുകയാണ്. ആ സമയത്ത് രേണുകയുടെയും ജമദഗ്നിയുടെയും മകനായ പരശുരാമൻ ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി തപസ് ചെയ്യുകയായിരുന്നു. ശിവൻ ദേവേന്ദ്രന്റെ അപേക്ഷ സമ്മതിച്ചുകൊണ്ട് പിന്നീട് പോയത് പരശുരാമന്റെ അടുക്കലേക്കായിരുന്നു. പരശുരാമൻ വളരെ ഭംഗിയായി തന്നെ ശിവനെ സ്തുതിച്ചു. ഇതിൽ പ്രീതനായ ശിവൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു, രാമ, ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുന്ന കാലമാണിത്. അവർക്ക് ഒരു ശക്തനായ പോരാളിയെ ആവശ്യമാണ്. നീ അവരെ സഹായിക്കണം. നീ പഠിച്ച ആയുധവിദ്യകളെല്ലാം പരീക്ഷിച്ചറിയാനുള്ള ഒരു അവസരമായി നീ അതിനെ കാണണം. പരശുരാമൻ അത് സമ്മതിക്കുകയും പിന്നീട് യുദ്ധത്തിന് പോവുകയും ചെയ്തു. അങ്ങനെ പരശുരാമന്റെ യുദ്ധവീര്യം കൊണ്ട് അസുരന്മാരെല്ലാവരും തോറ്റു. നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ധാരാളം അസുരന്മാരെ ഇല്ലാതാക്കി. പല അസുരന്മാരും അദ്ദേഹത്തെ കണ്ട് പേടിച്ചൊളിച്ചു. അങ്ങനെ യുദ്ധത്തിൽ ദേവന്മാർക്ക് വിജയം ലഭിച്ചു. അങ്ങനെ പരമശിവൻ വീണ്ടും പരശുരാമന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ ആവശ്യം പരശുരാമൻ വളരെ ഭംഗിയായി തന്നെ ചെയ്തു എന്ന് മനസ്സിലാക്കിയ പരമശിവൻ പരശുരാമന് ഒരു സമ്മാനം നൽകുകയാണ്. അതാണ് പരശു. അങ്ങനെ പരശു ലഭിച്ചതോടുകൂടി പിന്നീട് രാമൻ പരശുരാമൻ എന്ന് അറിയപ്പെട്ടു. ഭഗവാന്റെ ദശാവതാരങ്ങളിൽ ആറാമതായി നിലകൊള്ളുന്നതും ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ടും വീര്യം കൊണ്ട് ഒരു ക്ഷത്രിയന്റെ ധർമ്മം കാണിച്ചവനും അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് സ്വന്തം മാതാവിനെ തന്നെ വധിക്കുവാൻ തയ്യാറായവനും പരമശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി നിലകൊള്ളുന്നതുമായ പരശുരാമന്റെ കഥയാണ് ഇന്ന് പറയുന്നത്. പരശുരാമന്റെ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടി വരുന്നത് അച്ഛൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് സ്വന്തം മാതാവിനെ വധിച്ച പരശുരാമനെയാണ്. അവിടെ എന്താണ് നീതി എന്ന് പലരും ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. സ്വന്തം മാതാവിനെ തന്നെ കൊല്ലുന്നതാണോ നീതി എന്ന്? അപ്പോൾ അതിനുള്ള ഉത്തരം ഈ ഒരു കഥാഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഉഗ്രപ്രതാപിയായ ഒരു മുനിയായിരുന്നു ജമദഗ്നി. ഗൃജീകൻ എന്ന മുനിയുടെ അനുഗ്രഹത്താൽ സത്യവതിയുടെ പുത്രനായി ജനിച്ച ജമദഗ്നി ഇക്ഷ്വാകു വംശ രാജാവായ പ്രസേനജിത്തിന്റെ പുത്രി രേണുകയാണ് വിവാഹം കഴിച്ചത്. ഈ ദമ്പതികളുടെ 5ാമത്തെ പുത്രനായാണ് ഭഗവത് അവതാരങ്ങളിലെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ചത്. നർമ്മദാ നദിയുടെ തീരത്തായിരുന്നു ജമദഗ്നിയുടെ ആശ്രമം. ഒരിക്കൽ മുനിപത്നി രേണുകയെ ജലമെടുക്കുവാൻ നദീതീരത്തേക്ക് പോയി. അവിടെ കാർത്തവ്യ വീരാർജുനനും ഭാര്യന്മാരും കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കടവിലാണെങ്കിൽ ചിത്രരഥൻ എന്ന രാജാവും ഭാര്യയും നീരാടുകയായിരുന്നു. അങ്ങനെ 2 പടവിലും കുളിക്കാറുള്ളതിനാൽ അവിടേക്ക് രേണുകയ്ക്ക് പോവാനായിട്ട് സാധിച്ചില്ല. അത് മാത്രമല്ല 2 ദമ്പതികളുടെയും ആ ഒരു ജലക്രീഡ വളരെ ആസ്വദിച്ച് നോക്കിയാണ് രേണുക. അങ്ങനെ സമയം പോയത് രേണുക അറിഞ്ഞില്ല. ദാഹിച്ച് വലഞ്ഞ് ആശ്രമത്തിലെത്തിയ ജമദഗ്നി അവിടെ വളരെ കോപിഷ്ഠനായി രേണുകയെ കാത്തിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞിട്ടാണ് രേണുക തിരിച്ച് ആശ്രമത്തിലേക്ക് വരുന്നത്. അപ്പോൾ തിരിച്ച് ഇത്രയും സമയമായി ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വൈകിയതിൻ്റെ കാരണം കൂടി കേട്ടപ്പോൾ ജമദഗ്നി മഹർഷിയുടെ ദേഷ്യം ഇരട്ടിയാവുകയാണ്. അങ്ങനെ തൻ്റെ 4 പുത്രന്മാരെ വിളിച്ചുകൊണ്ട് ആദ്യത്തെ 4 പുത്രന്മാരെ വിളിച്ചുകൊണ്ട് മാതാവിനെ വധിക്കുവാനായി ആവശ്യപ്പെടുകയാണ്. ഏത് മക്കൾക്കാണല്ലേ സ്വന്തം മാതാവിനെ വധിക്കുവാനായി സാധിക്കുക? 4 പുത്രന്മാരും അത് നിഷേധിക്കുകയാണ്. കാരണം അച്ഛൻ്റെ വാക്കാണ് എങ്കിൽ കൂടി സ്വന്തം മാതാവിനെ ആർക്കാണ് വധിക്കാൻ സാധിക്കുക? അങ്ങനെ ജമദഗ്നി വളരെ കോപിഷ്ഠനായിക്കൊണ്ട് ആ 4 പുത്രന്മാരെയും ശിലയാക്കി മാറ്റുകയാണ്. അങ്ങനെ ശപിക്കുകയാണ്, നിങ്ങൾ ശിലയായി പോകട്ടെ. അപ്പം തന്നെ അവർ ശിലയായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റെ 5ാമത്തെ മകനെ വിളിക്കുകയാണ്. നമ്മുടെ ഭഗവത് അവതാരമായ പരശുരാമനെ വിളിക്കുകയാണ്. പരശുരാമനോട് ആവശ്യപ്പെടുമ്പോൾ പരശുരാമൻ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ തൻ്റെ വാളെടുത്ത് തൻ്റെ അമ്മയുടെ വധം നടത്തുകയാണ് പരശുരാമൻ. അപ്പോൾ കാരണം ഇങ്ങനെ വധം നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കും, എന്തായാലും ഇങ്ങനെ ഭഗവത് അവതാരമായിട്ട് കൂടി സ്വന്തം മാതാവിനെ വധിച്ചു എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഭഗവാൻ എല്ലാം അറിയാം. ഈ അവതാരം എടുത്തു എങ്കിൽ കൂടി ആ ഒരു ഇനി എന്ത് നടക്കും എന്നതൊക്കെ ഭഗവാൻ അറിയാം. അപ്പോൾ ഇപ്പോൾ അമ്മയെ വധിച്ചു എങ്കിൽ കൂടി അത് അമ്മ വീണ്ടും പുനർജീവിക്കുമെന്ന് ഭഗവാന് നന്നായിട്ട് അറിയായിരുന്നു. എല്ലാം ഉൾക്കണ്ണോട് അറിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്.
അപ്പോൾ മാതാവ് ഇനി മരിച്ചു പോകില്ല, ഇനിയും ജീവിച്ചിരിക്കും എന്ന് ഇനി അടുത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടും എന്ന് നന്നായി തന്നെ അറിയായിരുന്നു പരശുരാമൻ. അതുകൊണ്ടാണ് അച്ഛൻ്റെ വാക്കനുസരിച്ച് അങ്ങനെ ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ വാക്ക് ധിക്കരിച്ചുവെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ വാക്ക് കൃത്യമായി അനുസരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഉൾക്കാഴ്ചയെല്ലാം ഉണ്ട് എങ്കിൽ കൂടി സ്വന്തം അമ്മയെ വധിക്കുന്നത് കണ്ടാൽ, അതും സ്വയം വധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കില്ലേ? അപ്പോൾ വളരെ കരയാണ് പരശുരാമൻ. അതുമാത്രമല്ല, പെട്ടെന്ന് തന്നെ ആ അമ്മയുടെ ജഡം കണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ജമദഗ്നി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജമദഗ്നി തൻ്റെ മകനെ ആലോചിച്ച് വളരെ അഭിമാനകരമാണ്. അതായത് തൻ്റെ വാക്കനുസരിച്ചു, സ്വന്തം അമ്മയെ തൻ്റെ വാക്കനുസരിച്ച് കൊണ്ട് വധിച്ചു എൻ്റെ മകൻ. അതുപോലെ തന്നെ അമ്മയോടുള്ള സ്നേഹം, അതായത് അമ്മ വധിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ബോധം കെട്ട് വീഴുന്ന പരശുരാമനെയാണ് ജമദഗ്നി അവിടെ നോക്കി നിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദേഷ്യമെല്ലാം മാറി തണുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കുറച്ച് വെള്ളം എടുത്തിട്ട് പരശുരാമൻ്റെ മുഖത്തേക്ക് തളിക്കുകയാണ്. എന്നിട്ട് പരശുരാമനെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ വളരെ പ്രീതനായിരുന്ന ജമദഗ്നി പരശുരാമനോട് ആവശ്യപ്പെടുകയാണ്, എന്നെ ഇത്രയും അനുസരിക്കുന്ന നിനക്ക് എന്ത് വരം, നിനക്ക് 2 വരം നിനക്ക് ഞാൻ നൽകാം, എന്തൊക്കെ വരമാണ് നിനക്ക് ആവശ്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ പരശുരാമൻ ചോദിച്ചത് 2 വരങ്ങളായിരുന്നു. ഒന്നാമത്തേത് തൻ്റെ അമ്മയെ പുനർജീവിപ്പിക്കണമെന്നത്, രണ്ടാമത്തേത് തൻ്റെ 4 സഹോദരന്മാരെ ആ ഒരു ശിലയിൽ നിന്ന് മാറ്റി അവർക്ക് പഴയ ജീവിതം നൽകണം എന്നതുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ജമദഗ്നി ഈ 2 വരങ്ങൾ കൊടുക്കുകയും വളരെയധികം സന്തുഷ്ടനാവുകയും ചെയ്യുകയാണ്. കാരണം തൻ്റെ മാതാവിനോടും തൻ്റെ സഹോദരന്മാരോടും തന്നോട് തന്നെയുള്ള ആ ഒരു സ്നേഹം അത്ര മനോഹരമായി പരശുരാമൻ പുറത്തേക്ക് കാണിക്കുകയാണ്. വളരെ സങ്കീർണവും വളരെ ദുഃഖകരവുമൊക്കെ ആയിട്ടുള്ള ജീവിതം നയിച്ച പരശുരാമൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ സന്ദർഭം മാത്രമാണ് ഇത്. ഇനിയും അദ്ദേഹത്തിൻ്റെ വീരത്വവും മറ്റുമെല്ലാം കാണിക്കുന്ന പല സന്ദർഭത്തിലൂടെയും അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഒരു ബ്രാഹ്മണനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ ഒരു ക്ഷത്രിയൻ്റെ വീരത്വമാണ് അദ്ദേഹം കാണിച്ചത്. അപ്പോൾ ഇനി ഞാൻ പറയുന്നത് ആ ഒരു ഭഗവത് അവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം, ആ ഒരു കാലഘട്ടത്തിൽ ഭൂമിയിൽ ക്ഷത്രിയർ കുറച്ച് ദുഷ്ടതകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാതാക്കാനാണ് ഭഗവാൻ പരശുരാമനായി അവതരിച്ചത്. അപ്പോൾ അതിന് കാരണവത്തായ സന്ദർഭമാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാർത്തവ്യ വീരാർജുനനെയാണ്. അദ്ദേഹം കാരണമാണ് ഈ ഒരു പരശുരാമന് ക്ഷത്രിയരോട് ദേഷ്യം ഉണ്ടാവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാർത്തവീര്യാർജുനന് ഭഗവാന്റെ എതിരായിട്ട് നിൽക്കണം, അതായത് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കണം, അങ്ങനെ ശാപം ലഭിച്ചത് എങ്ങനെയാണെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കാർത്തവീര്യാർജുനൻ്റെ കൊട്ടാരത്തിലേക്ക് അഗ്നിദേവൻ വളരെയധികം വിശന്ന് വലഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് കാർത്തവീര്യാർജുനോട് പറയുകയാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പോൾ എനിക്ക് കഴിക്കണം. അപ്പോൾ ഈ അഗ്നിദേവനെ കഴിക്കേണ്ട സാധാരണ ഭക്ഷണമൊന്നുമല്ലല്ലോ, തീയാണല്ലേ. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ അടുത്തുള്ള ഒരു കാട് കത്തിച്ചു തരണം, അങ്ങനെ എൻ്റെ വിശപ്പ് നീക്കി തരണം എന്ന് പറയുകയാണ്. അപ്പോൾ അഗ്നിദേവനെ പോലെ വലിയൊരാൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാർത്തവീര്യാർജുനൻ സമ്മതിക്കുകയാണ്. അങ്ങനെ അടുത്തുള്ള കാട് കത്തിക്കാനായിട്ട് സമ്മതിക്കുകയാണ്, കത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാട് കത്തുമ്പോൾ അവിടുത്തെ ജീവജാലങ്ങളെല്ലാവരും കത്തി നശിക്കുകയാണ്, മൃഗങ്ങളും പക്ഷികളും മരങ്ങളും എല്ലാം. അതിനിടയിൽ അവിടെ താമസിച്ചിരുന്ന ഒരു മഹാനായ മഹർഷി, അഭവ മഹർഷിയുടെ ആശ്രമത്തിന് തീപിടിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനും പൊള്ളലേക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു കത്തിക്കരഞ്ഞ തൻ്റെ ആശ്രമവും അവിടെ പൊള്ളലേറ്റ് നിൽക്കുന്ന അഭവ മഹർഷി കാർത്തവീര്യാർജുനെ ശപിക്കുകയാണ്. വിഷ്ണു ഭഗവാൻ മനുഷ്യനായി അവതരിച്ച് നിന്നെ വധിക്കട്ടെ എന്നായിരുന്നു മുനിയുടെ ശാപം. അങ്ങനെ ആ ഒരു ശാപം നിറവേറ്റുന്നതിനായിരുന്നു പരശുരാമൻ അവതാരമെടുത്തത്. അപ്പോൾ ഇനി ആ ഒരു ദേഷ്യം തോന്നാനുള്ള, പരശുരാമന് ദേഷ്യം തോന്നാനുള്ള കാരണത്തിൻ്റെ കഥ ഇനി പറയാം. അപ്പോൾ ഒരിക്കൽ കാർത്തവീര്യാർജുനൻ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. അവർ കാട്ടിൽ എത്തിയതായിരുന്നു കേട്ടോ. ഒരു ഭയങ്കര വിശന്ന് വലഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ കാർത്തവീര്യാർജുനൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ജമദഗ്നി മഹർഷിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്.
അങ്ങനെ ഇവർ വിശന്ന് വലഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മഹർഷി അവർക്ക് വേണ്ടുവോളം ആഹാരം കൊടുക്കുകയാണ്. കുറച്ചൊന്നല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ രാജാവ് കഴിച്ചുകൊണ്ട് അദ്ദേഹം ഞെട്ടുകയാണ്. കാരണം ഇത്രയും പേർക്കുള്ള ആഹാരം എവിടുന്നാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത്, ഞങ്ങൾ ഇത്ര പേരുണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ജമദഗ്നി മഹർഷിയോട് ചോദിക്കുക തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ജമദഗ്നി മഹർഷി അതിനെ പറയുന്നത് ഒരു പശുവുണ്ട്, സുശീല എന്ന് പറയുന്ന ആ ഒരു പശു വളരെ അത്ഭുതം നിറഞ്ഞ പശുവാണ്, അതിനോട് എന്ത് ചോദിച്ചാലും തരും. അപ്പോൾ ഇത് മനസ്സിലാക്കിയ കാർത്തവീരാർജുനാകട്ടെ ഭയങ്കര അഹങ്കാരിയാണ് കേട്ടോ കാർത്തവീരാർജുനൻ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് ഈ ഒരു പശുവിനെ വേണമെന്ന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിൻ്റെ സൈനികരെ അയക്കുകയാണ്. എന്നിട്ട് ആ പശുവിനെ പിടിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് തടയാനായിട്ട് പിന്നാലെ ഓടിച്ചെന്ന ജമദഗ്നി മഹർഷിയെ ഈ പട്ടാളക്കാർ അവസാനം തല്ലിക്കൊല്ലുകയാണ്. അങ്ങനെയൊക്കെ കണ്ടിട്ട് അവിടുത്തെ ചുറ്റുമുണ്ടായിരുന്ന മഹർഷിമാരും എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പട്ടാളക്കാരെ പോകുന്നുണ്ട് കേട്ടോ അവിടുന്ന്. പിന്നെ എല്ലാവരും ചുറ്റും കൂടി രേണുക അവിടെ ഇരുന്ന് കരയുകയാണ്. അങ്ങനെ തൻ്റെ അച്ഛൻ മരിച്ചു എന്നറിഞ്ഞ് വിവരമറിഞ്ഞ പരശുരാമൻ വളരെ ഓടിക്കെതച്ച് തന്നെ അവൾക്ക് വേഗം തന്നെ എത്തുകയാണ്. അങ്ങനെ ചുറ്റും കൂടി നിന്ന ആൾക്കാരൊക്കെ തള്ളി മാറ്റി തൻ്റെ അച്ഛൻ്റെ ശവശരീരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് രേണുക ഒച്ചത്തിൽ വിളിച്ച് പറയാണ്, അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അമ്മയെ വധിച്ച രാമൻ ഇതാ വന്നിരിക്കുന്നു, അടിയേറ്റ് മരിച്ച അച്ഛൻ്റെ ശവം കാണാൻ. അങ്ങനെ രേണുക ഇത് പറഞ്ഞിട്ട് മാറത്തലച്ച് കരയാണ്. 21 പ്രാവശ്യം തൻ്റെ അമ്മ മാറത്തലച്ച് കരയുന്നത് കണ്ടിട്ടാണ് പരശുരാമൻ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ പരശുരാമൻ ശപഥം ചെയ്യാണ്, 21 പ്രാവശ്യം ഞാൻ ഈ ഭൂമി മുഴുവൻ ചുറ്റിയിട്ട് ക്ഷത്രിയയെല്ലാം വധിക്കും എന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ഷത്രിയയെല്ലാം വധിച്ച് അവരുടെ രക്തം കൊണ്ട് പുഴകൾ ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇങ്ങനെയാണ് പരശുരാമൻ്റെ കഥ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഭാഗം എന്നത് രാമൻ്റെ കഥയാണ്. അപ്പോൾ ആ വീഡിയോ 14-ാം തീയതിക്ക് ശേഷം വരുള്ളൂ. കാരണം അതിന് മുമ്പ് ശിവരാത്രി ഉണ്ട്. അപ്പോൾ ശിവരാത്രിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ പറയുന്നുണ്ട്. ശിവരാത്രിയുടെ ദിവസമാണ് രാത്രി ഉറക്കമൊഴിച്ചിട്ടാണല്ലോ എല്ലാവരും ഇരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് കേൾക്കാൻ പറ്റിയ കഥകളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണാം. പിന്നെ കഴിഞ്ഞ അവതാരങ്ങളുടെ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.